പ്രത്യേകം നമ്മളൊരു ഇനിയിപ്പോൾ ഞങ്ങൾ പണ്ട് പറഞ്ഞ മാതിരി പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേരളക്കാരന്മാരെ വീടുകൾ തമ്മിൽ പരസ്പരം തല്ലുപിടിയത്. പണ്ട് കാലത്ത് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പ്രശ്നം, ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നമായിട്ട് പരസ്പരം അവരത് പറഞ്ഞ് ഇവർ പറഞ്ഞിട്ട് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിനെ മുഴുവനും ഛിന്നമാക്കുന്ന രീതി പ്രവർത്തനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പൂർവികമായിട്ടുണ്ട്, ഇപ്പോഴല്ല, പൂർവികമായിട്ടുണ്ട് നടന്നുപോയൊരു സംവിധാനമാണ്. ആ സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്തി നമ്മൾ വിദ്യാസമ്പന്നരായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് നല്ലൊരു അന്തരീക്ഷം എത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ കുടുംബത്തിനും ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ വന്നിട്ട് എല്ലാവരും കളിക്കുന്നു ആ ഒരു കുടുംബബോധം, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള കുടുംബബോധം, അവിടുന്നും ഇവിടുന്നും എന്ത് ഭക്ഷണം കഴിക്കാനും എന്തിനും നമ്മളെ പൂർണ്ണമായും അവർക്ക് അതിന്റെ മാർഗങ്ങൾ അവർക്ക് അതിന് തുറന്നു കൊടുക്കണം. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സന്മനസ് നമ്മളെല്ലാ ഭാഗത്തും ഉണ്ടാവണം. പിന്നെ കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മള് മഹിളകളാണ്, അമ്മമാരും ഉള്ള കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൂട്ടായ്മ, ഈ അമ്മമാർ സംഘടിതമായ ഒരു കൂട്ടായ്മ. ഇപ്പൊ നമ്മളിവിടെ ഒരു ചെറുതായിട്ടുള്ള കൂട്ടായ്മ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് നമ്മളെ ഇടയ്ക്ക് കൂടാനും നമ്മളെ കുടുംബത്തെ ചർച്ച ചെയ്യാനും ദൈവികമായ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും. അപ്പൊ അവിടെ നമ്മൾ മാസത്തിലെ 30 വെള്ളിയാഴ്ച ഒക്കെ ഒരു പ്രാർത്ഥനകളുണ്ട്, അത് സജീവമായി പങ്കെടുക്കണം. അപ്പൊ അതേമാതിരി താഴത്ത് വരുന്ന പരിപാടി അവിടെ ക്ഷേത്രത്തിൽ സജീവമായി പങ്കെടുക്കണം. അങ്ങനെ മനസ്സിൽ അത് ഞാണ്ട് പോയാൽ എന്താണ്, ഇങ്ങോട്ട് പോയാൽ എന്താണ് ആ ചിന്താഗതി ആർക്കും വരരുത്. അത് മാനസികമായിട്ട് ഐക്യം എല്ലാവരും ഉണ്ടാക്കി നമ്മളെ തന്നെയാണ്. ദേവി ദേവന്മാരൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മൾ പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. ആ രീതിയിലുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനുള്ള ഒരു മനസ്സിൽ നമുക്ക് ഓരോ കുട്ടികൾക്കും, നമ്മൾ ചെറുപ്പക്കാരായ 10, 18, 15, 5 ഒക്കെ വയസ്സായ കുട്ടികൾ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ എന്റെ മകന്റെ കുട്ടിയൊക്കെ നിൽക്കുന്നത് അവിടെ തൊഴുത്ത് ആ നിലത്ത് വീണ്ടും നമസ്കരിക്കുകയാണ്. അങ്ങനെ ആ ശീലം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ അവിടെ വൈകുന്നേരം വന്ന് ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനും നമുക്ക് അവസരമുണ്ട്. നമ്മൾ വീട്ടിൽ കുറച്ച് ഉറങ്ങിയിരിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ടെലിവിഷനിൽ കണ്ടിരിക്കരുത്. നമ്മൾ ആ വൈകുന്നേരം നമ്മൾ കർമ്മം ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ നമുക്ക് അവിടെ ഉണ്ടാക്കണം. ഈ കുടുംബത്തിന്റെ ഐക്യം അങ്ങനെയാണ് തുടങ്ങേണ്ടത്. പിന്നെ ഇവിടെ പല തെറ്റിദ്ധാരണങ്ങളായിട്ട് ഇവിടെ പ്രവർത്തനം നടന്നുണ്ടായി. പല തെറ്റിദ്ധാരണങ്ങളും പല രീതികളിലും നമ്മളിവിടെ പ്രവർത്തനം നടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഗതിയൊന്നും ശരിയായിരുന്നില്ല. അതിപ്പോ അവരതിൻ്റെതായ തെറ്റുകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ തെറ്റുകൾ തെറ്റാണെന്നും അത് പറഞ്ഞത് അത് ശരിയാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരുത്താൻ തയ്യാറായപ്പോ അത് നമ്മളെല്ലാവരും അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും നമ്മൾ പറയുന്നത് എന്തെങ്കിലും അത് വ്യത്യസ്ത രീതിയിൽ സങ്കല്പിച്ച് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ അവരോട് പറഞ്ഞ് അത് മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. അതിന് ദേഷ്യപ്പെട്ട് അവരോട് അതിന് ആക്രമണമായിട്ട് നമ്മൾ പറയാൻ പറ്റില്ല. അതൊരു വ്യവസ്ഥ ഉണ്ട്. നമ്മൾ അവര് തെറ്റാണ് ഒരു കാര്യം പറയുമ്പോൾ തെറ്റാണ് തോന്നിക്കഴിഞ്ഞാൽ അവർ അതന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ മുന്നോട്ട് കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ കയറുന്നത്. നമ്മളൊക്കെ ഒന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് സാറിനിട്ട അത് നോക്കുമ്പോൾ അത് അവരെ ഒരു ആ രീതിയിൽ നമ്മളത് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല അവർക്കുണ്ട്. അവരെ ദേഷ്യപ്പെട്ടിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിന്നാൽ ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ ഉൾക്കൊണ്ട് വിടുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ നീങ്ങണം എന്നുള്ള എനിക്കൊന്ന് പറയാനുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട പ്രശ്നമാണ്. അങ്ങനെയുള്ള കൂട്ടായ്മ അത് ആണുങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പുരുഷന്മാര് എല്ലാവരും നമ്മളിപ്പോ എന്റെ അവിടേക്ക് വേണ്ട, എന്നെ കടിക്ക് വേണ്ട, അങ്ങനെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിൽ അർപ്പിച്ചുകൊണ്ടിട്ട് നമ്മൾ കാര്യത്തിൽ പോകുമ്പോൾ എല്ലാവരും പങ്കെടുക്കണം. ഇന്നും നമ്മുടെ കുടുംബത്തിൽ പലവരും പരിപാടി പറഞ്ഞാൽ വരാത്ത ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലും ഇപ്പൊ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് നമുക്കൊരാൾക്ക് വേണ്ടിയിട്ടല്ല. ഈ കുടുംബത്തിന്റെ കുമ്പളപ്പറമ്പിലും തീയന്തിരിച്ച് കുമ്പളപ്പുറം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ പൂർവികന്മാരായിട്ട് 10,000, 600 കൊല്ലങ്ങൾക്ക് മുമ്പ് 20 തലമുറകൾ കഴിഞ്ഞിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും കണ്ണൂരും കാസർഗോഡും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ കുമ്പളപ്പറമ്പുകാരുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അത് നമ്മളെ തെരഞ്ഞു പോകണം. ഇപ്പൊ ഇവിടെ കമ്മിറ്റിയൊക്കെ പറഞ്ഞിട്ട് അവര് ട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് കുമ്പളപ്പറമ്പുകാരുണ്ടെന്ന് അന്വേഷിച്ചാൽ നമ്മൾ പോയത്. അവർ വളരെ ഡീസന്റ് ആയിട്ട് നമ്മളോട് കാര്യങ്ങൾ അവർ പറയുകയും സംഘടിക്കേണ്ട ആവശ്യത്തെ പറ്റിയും നമ്മുടെ കുമ്പളപ്പറമ്പിന്റെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയെ പറ്റിയിട്ടും വളരെ ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സംഘടിതമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനുള്ള ഒരു വ്യവസ്ഥ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് എനിക്ക് പറഞ്ഞു ഉത്തരം പറയാനുള്ളൂ. നീ എല്ലാവരും തന്നെ കൂടി ആലോചിച്ചുകൊണ്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നും ഇവിടെ പ്രസിഡന്റൊക്കെ ആയിട്ട് വളരെ ഞാൻ ആദ്യം എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതേ പ്രസിഡന്റിനൊക്കെ ഒന്ന് പറഞ്ഞു നാരായണങ്ങൾ അവിടെ ആ സമയത്തെങ്കിലും എത്തണമെന്ന് പറഞ്ഞു. ഞാൻ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഗുരു ഉപദേശിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മാറി.
എന്റെ ഗുരു പറഞ്ഞ് ഗുരു അവിടുന്ന് നമ്മളൊക്കെ ഗുരു നമ്മളൊരാളല്ല നമ്മളെ ഗുരു അവിടുന്ന് കൽപ്പന ഉണ്ടായി അതിൽ പങ്കെടുക്കണം. നമ്മൾ കൂട്ടമായി കുടുംബം ഒന്നായി കാണാനുള്ള ഒരു മനസ്സിലെങ്കിൽ എല്ലാ കാര്യങ്ങളും പരാജയപ്പെടും. അപ്പൊ ആ കുടുംബവാസവും ബുദ്ധിമുട്ടാവും. അതിനെന്ത് പരിഹാരം ചെയ്യണമെന്ന് ഗുരു പറഞ്ഞു ഉദ്ദേശിച്ച് അവിടെ അമ്പലത്തിൽ പരിഹാരം ചെയ്തു. ഈ കുടുംബത്തിനും ബാധിക്കുന്ന എല്ലാ അവസ്ഥ ഭയങ്കര അപകടം വരാൻ പോകുന്ന ഒരു അവസ്ഥയിൽ അതിന് പരിഹാരം ചെയ്യുകയും അതിന് വേണ്ടപ്പെട്ടവരെ സന്മനത്തോടുകൂടി ആ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊക്കെ അവിടെ രംഗത്തേക്ക് വന്നുള്ളത്. ഞാൻ ആദ്യം അതിൽ വലിയൊരു ഈ കുടുംബത്തിനൊന്നും വലിയ താല്പര്യം എനിക്കുണ്ടായില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇനി വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുന്നോട്ടുള്ള പോക്കിന് ഒരു തടസ്സം ആരും നിൽക്കാതെ എല്ലാവരും വിളിച്ചാൽ സഹനത്തോടു കൂടി അവിടെ എത്തണം. അതേ അത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പൊ നമ്മൾ കാണാത്ത ആളുകൾക്ക് ഇതൊക്കെ എല്ലാവരും കണ്ട് ഇവരെല്ലാവരും കണ്ട് നമ്മൾ എവിടെ കണ്ടാലും ഏട്ടാ എന്താ വിളിച്ച് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്ന് കൈയും ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തന്നിരിക്കുന്നു. നന്ദി നാരായണകുടിത്ത്. നാരായണകുടിത്തിന് അടുത്ത ഫാമിലി കയറേണ്ടതാണ്. നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മൾ കുടുംബക്കാരും ഒപ്പനങ്ങളോട് കൂടി കഴിഞ്ഞു പോകണം. നമ്മുടെ MLA ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത്, എൻ്റെ അനിയൻ കൊടുങ്ങല്ലൂര് നഗരസഭ ചെയർമാനാണ് എന്ന് പറയുമ്പോൾ ആ ഒരു കെട്ടുറപ്പ്, ആ കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പാണ് അതിൽ കാണുന്നത്. നമ്മൾ പരസ്പരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അംഗീകരിക്കില്ല, അടുത്ത ആൾ അംഗീകരിക്കില്ല. അങ്ങനെയുള്ളൊരു ഇതിൽ നിന്നും മാറി ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അത് ചെറിയ ആളാവാം വലിയ ആളാവാം, സാമ്പത്തികം ഉണ്ടാവില്ല സാമ്പത്തികം ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവില്ല വിദ്യാഭ്യാസം ഉണ്ടാവും. എങ്ങനെയായാലും നമ്മൾ ഓരോരുത്തരെയും ബഹുമാനിക്കണം. അതായത് കൊച്ചുകുട്ടിയെ പോലും ബഹുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറണം. ഞാൻ കുമ്പളപ്പറമ്പിൽ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. കൂടശ്ശേരിപ്പാറമ്പിലാണ് എൻ്റെ വീട്. ഇതിൻ്റെ അച്ഛനാണ്, ഇതിൻ്റെ അമ്മായിയാണ്, ഇത് അച്ഛൻ്റെ ഭാര്യയാണ്, ഇത് രണ്ടാമത്തെ അമ്മായിയാണ്, ഇതിൻ്റെ ഭാര്യയാണ്, ഇതിൻ്റെ മകളും കുട്ടികളുമാണ്. മകളെ കല്യാണം കഴിക്കുന്നത് രാത്തറാവുന്ന സ്ഥലത്തേക്കാണ്. ഇതിന്റെ വല്യച്ഛന്റെ മകളാണ്. ഇവിടെ ഇരിങ്ങാവൂരാണ് എന്റെ വല്യച്ഛന്റെ വീട്. ഉണ്ണി എന്ന് പറഞ്ഞത് അത്ര മാത്രമേ പറയാനുള്ളൂ. അടിപൊളി ഇറങ്ങിപ്പോയി. നമ്മളെ ചർച്ച എന്നുള്ള ഒരു കാര്യപരിപാടി ഉണ്ടായിരുന്നു, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിചയപ്പെടലും ചർച്ച ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ കലാപരിപാടിയിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ കുടുംബാംഗങ്ങൾ